Welcome to Kerala PSC EduHub Basics of Computer Part 4 Computer Network. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വരാൻ പോകുന്ന +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ടോപ്പിക്കും കൂടിയാണ് എന്ത് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് MCQസിലൂടെ നമുക്കിത് നോക്കാം. അപ്പൊ ഇതാണ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക് കേട്ടോ. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ കുറിച്ചുള്ള 2 സബ് ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ടൈപ്സ് ഓഫ് നെറ്റ്വർക്കും നെറ്റ്വർക്കിംഗ് ഡിവൈസസും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള MCQs ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First question നോക്കാം. What is the benefit of networking? Option A, file sharing, easier access to resources, easier backup, all of the above. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പേപ്പറും പെൻസിലും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് എത്ര കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗിന്റെ ബെനിഫിറ്റ് എന്താണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേട്ടോ. അതായത് നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഫയൽ ഷെയർ ചെയ്യാൻ പറ്റും. റിസോഴ്സസ് ഈസിയർ ആയിട്ട് ആ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിലെ റിസോഴ്സസ് നമുക്ക് ഈസിയർ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഈസിയർ ബാക്കപ്പുമാണ്. ഇതൊക്കെ എന്താണ്? ഒരു നെറ്റ്വർക്കിംഗിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്തത് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് computers connected with cable, computers connected without cable, both of the above, none of the above. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേബിൾ വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ല. നമുക്ക് കേബിൾ ഇല്ലാതെയും വയർലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നെറ്റ്വർക്കിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഉത്തരം എന്താണ്? Computers connected with cable and also computer connected without cable. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, both of the above. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന്, നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്സ് ഒക്കെ നമുക്ക് പറയാം. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ABCD എന്ന് പറഞ്ഞ 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ വയേർഡ് ആയിട്ടോ വയർലെസ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്? തമ്മിൽ കണക്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു രൂപത്തിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. The network that is usually used inside an office building or inside a classroom. ഏതാണ്? LAN, MAN, WAN. ഏതാണ്? നമ്മുടെ ഒരു പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരിക്കും അല്ലെ? ഈ കമ്പ്യൂട്ടർ ലാബിൽ ഒരു 10-30 പിള്ളേർക്ക് വേണ്ടിയിട്ട് 30 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസ്, നിങ്ങളുടെ ഓഫീസിലെ ഒരു 10 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാണ്. 10 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെ എന്താണ് നമ്മൾ പറയാ? എന്താണ് പറയാ? ലാൻ എന്നാണ് പറയുക അല്ലെ? ലാൻ എന്നാണ് പറയുക. അതായത് ചെറിയൊരു സ്ഥലത്തിൽ ഒരു റൂമോ അല്ലെങ്കിൽ ചെറിയൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാനിന്റെ ഫുൾ ഫോം എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ അറേ നെറ്റ്വർക്ക്, ലോക്കൽ അറേ നെറ്റ്. എന്താണ്? ABCD എന്താണ്? നമുക്കറിയാം അല്ലെ? എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Computers connected to a LAN can, option A, run faster, go online, share information and or share peripheral equipment, email, none of these. എന്താണ് ഉത്തരം? എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞു ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ, നിങ്ങളുടെ സ്കൂളിൽ ഒരു റൂമിൽ ഒരു ലാബ് ഉണ്ട്. ആ ലാബിലെ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ചെറിയ ലോക്കൽ ഏരിയയിലുള്ള ഒരു നെറ്റ്വർക്ക്. അങ്ങനത്തെ ആ ഒരു നെറ്റ്വർക്കിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? റൺ ഫാസ്റ്റർ അതാണോ? അതോ ഗോ ഓൺലൈൻ ചെയ്യാൻ പറ്റും അതാണോ? അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേഷനും അതുപോലെ തന്നെ പെരിഫറൽ എക്യുപ്മെന്റും ഷെയർ ചെയ്യാൻ പറ്റും, ഇമെയിൽ അയക്കാൻ പറ്റും. എന്താണ് ശരി ഉത്തരം? എന്താണ്?
പെരിഫറൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഫറൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കീബോർഡ് അല്ലെങ്കിൽ ഒരു മൗസ്, ഒരു പ്രിന്റർ, ഒരു സ്കാനർ, ഒരു പ്രൊജക്ടർ എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിഫറൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. നമ്മളൊരു ലാൻ ക്രിയേറ്റ് ചെയ്യാണ്, ചെറിയ ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിൽ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു, ചെറിയൊരു ഏരിയയിൽ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് കൂടാതെ നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് കൂടാതെ നമുക്ക് പെരിഫറൽ എക്യുപ്മെന്റ്സും ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കാം ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ട്, ഓക്കെ, ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. ആ 10 കമ്പ്യൂട്ടറിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒന്നാമത്തെ കമ്പ്യൂട്ടറിലാണ് പ്രിന്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10ാമത്തെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഒരു ഫയൽ, അയാളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ ഈ 1ാമത്തെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്ററിലേക്ക് അയച്ച് നമുക്കത് പ്രിന്റ് എടുക്കാൻ പറ്റും. അതായത് ഒരു ലാനിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെരിഫറൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് കനോട്ട് ബി ഷെയർഡ് ഇൻ നെറ്റ്വർക്ക്. ഞാനിപ്പോ പറഞ്ഞു നമുക്ക് ലാനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെരിഫറൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിൽ പറ്റാത്ത, തന്നിരിക്കുന്നവയിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, പ്രൊജക്ടർ ആണോ, കീബോർഡ് ആണോ, സ്കാനർ ആണോ, പ്രിന്റർ ആണോ, അത് ഇതൊന്നും അല്ലേ? എന്താണ്, നമുക്ക് പ്രൊജക്ടർ ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ, സ്കാനർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, പ്രിന്റർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കീബോർഡ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലാൻഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കീബോർഡ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രൊജക്ടർ, സ്കാനർ, പ്രിന്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, a local area network can cover a distance of ഡാഷ് കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്, 2 ആണോ, 8 ആണോ, 16 കിലോമീറ്റർ ആണോ, 32 കിലോമീറ്റർ ആണോ? യൂഷ്വലി 2 കിലോമീറ്റർ ആണ് കേട്ടോ, 2 കിലോമീറ്റർ. അതിൽ കുറഞ്ഞാലും പ്രശ്നമില്ല, ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻ കേബിൾ TV കണക്ഷൻ. നമുക്കറിയാം നമ്മുടെ കേബിൾ TV നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഒരു ഏരിയയിലൊക്കെ കേബിൾ TV നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ആ കേബിൾ TV നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണ്, ലാൻ ആയിരിക്കുമോ, മാൻ ആയിരിക്കുമോ, വാൻ ആയിരിക്കുമോ? ഏതാണ്, ലാൻ ആയിരിക്കുമോ? ലാൻ ആണെങ്കിൽ എന്ത് വേണം, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു 2 കിലോമീറ്റർ ഏരിയയിൽ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ കേബിൾ TV നെറ്റ്വർക്ക് അങ്ങനെയാണ്, ഒരു സിറ്റി മുഴുവൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഏത് കണക്ഷനിൽ വരും, ഏത് നെറ്റ്വർക്കിൽ വരും? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ കേബിൾ TV കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു യൂസ്, മാനിന്റെ ഒരു യൂസ് എന്താണ്, കേബിൾ TV നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏതാണ്, മാൻ ആണ്. അതേസമയം ഒരു സ്കൂൾ ബിൽഡിംഗിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ഒരു 10 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്താൽ അതൊക്കെ എന്താണ്, ലാൻ ആണ്. അതേസമയം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ നെറ്റ്വർക്ക് എന്താണ്, നമ്മുടെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, മൾട്ടിപ്പിൾ ലാൻസ് ക്യാൻ ബി കണക്റ്റഡ് ടു ഫോം എ സിംഗിൾ മാൻ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ആണോ? അതെ, ശരിയാണ് കേട്ടോ. നമുക്ക് ലാൻസ് കണക്ട് ചെയ്തൊരു മാൻ ഉണ്ടാക്കാൻ പറ്റും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, നെറ്റ്വർക്ക് ദാറ്റ് ഇന്റർ കണക്ട് കൺട്രീസ്. ഏതാണ്, സംശയമില്ല, നമ്മൾ പറഞ്ഞല്ലേ, രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഏതാണ്, വാൻ ആണ് കേട്ടോ. നമ്മുടെ ഒരു ചെറിയ റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിൽ നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ അതെന്താണ്, ലാൻ ആണ്. 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ വന്നാൽ അതെന്താണ്, ലാൻ ആണ്. ഒരു സിറ്റി കവർ ചെയ്താൽ എന്താണ്, മെട്രോപൊളിറ്റൻ സിറ്റി കണക്ട് ചെയ്താൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതേസമയം നമ്മൾ കൺട്രീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക്, ഡിഫറെന്റ് കൺട്രീസിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെ നമ്മൾ എന്താണ് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. എന്താണ്, ഞാൻ തന്നെ പറഞ്ഞല്ലേ, എന്താണ് വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, വർക്കിംഗ് ഓഫ് ദ വാൻ ജനറലി ഇൻവോൾവ്സ്. എന്ത് വേണം, സാറ്റലൈറ്റ് ആണോ, ഫ്രെയിം ഡിലേ ആണോ, ATM ആണോ, യൂസർ ഏജന്റ് ആണോ?
വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കൺട്രീസിലുള്ള പല പല കൺട്രീസിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാൻ എന്ന് പറയുന്നത്. ആ വാൻ എങ്ങനെയാണ്, ആ വാനിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? സാറ്റലൈറ്റ് വഴിയാണ് കേട്ടോ. അപ്പൊ വാനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏതാണ്? സാറ്റലൈറ്റ് ആണ് കേട്ടോ, സാറ്റലൈറ്റ്സ്. അടുത്ത ചോദ്യം, ബിഗ്ഗസ്റ്റ് വാൻ എന്ന് പറയുന്നത് ഏതാണ്? ആർപ്പാനെറ്റ്, ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, WLAN. വാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? കൺട്രീസ് തമ്മിലുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? അത്രയും ഏരിയയിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാൻ എന്ന് പറയുന്നത് ഏതാണ്? സംശയമില്ല, ഏതാണ്? ഇന്റർനെറ്റ് ആണ് അല്ലെ. ആർപ്പാനെറ്റ് എന്താണ്? ഇന്റർനെറ്റിന്റെ ആദ്യമായിട്ടുണ്ടായ ഒരു ഫോമാണ് ഇത് ആർപ്പാനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. US ഡിഫൻസിൽ ഉണ്ടാക്കിയതാണ് ഇത് ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബിഗ്ഗസ്റ്റ് വാൻ ഈസ് ഇന്റർനെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. Which type of network is formed when you connect two mobiles using Bluetooth to transfer a picture file? നമ്മൾ ഇപ്പോൾ ഒന്നും നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് നമ്മൾ അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാറില്ല. നമ്മൾ ഡാറ്റ കേബിൾ അല്ലെങ്കിൽ നമുക്ക് കുറെ ആപ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. പക്ഷെ അതിനൊക്കെ മുന്നേ, ഇത്രയും ആപ്സും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഫോട്ടോസ് ഒക്കെ മെജോറിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലൂടൂത്ത് ഉപയോഗിച്ചായിരുന്നു അല്ലെ. ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവർ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പും ഫോണും തമ്മിൽ കണക്ട് ചെയ്ത് അതൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ രണ്ട് ഫോൺ തമ്മിൽ കണക്ട് ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വഴി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണോ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണോ? വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണോ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണോ? ഏതാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. അതായത് നമ്മൾ 2 ഡിവൈസ് അല്ലെങ്കിൽ 3 ഡിവൈസ് 4 ഡിവൈസ് നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഡിവൈസസ് തമ്മിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഉണ്ടായ നെറ്റ്വർക്ക് എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ബ്ലൂടൂത്ത് വയർലെസ് ടെക്നോളജി ആണ്, പാൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കണക്ടിങ് പേഴ്സണൽ ഡിവൈസസ് എന്താണ്? പേഴ്സണൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്ന നമ്മുടെ ഫോൺ, ലാപ്പ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? അതൊരു പാൻ ആണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കണക്ടിങ് പേഴ്സണൽ ഡിവൈസസ് എന്ന് ചോദിച്ചാൽ എന്താണ്? പാൻ ആണ് കേട്ടോ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ 2 തരത്തിലും ചോദിക്കാം. നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് ഡിവൈസസ് കണക്ട് ചെയ്ത് നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, അതെന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതുപോലെ തന്നെ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കണക്ടിങ് പേഴ്സണൽ ഡിവൈസ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് 3 തരത്തിലാണ് പറയുന്നത്. പ്രധാനമായിട്ടും അത് ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് കേട്ടോ. ഏറ്റവും സ്മോളസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ലാൻ തന്നെ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നമ്മൾ ലാനിൽ യൂസ് ചെയ്യുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നമുക്ക് ബേസിക്സ് മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. എന്താണ്? നമ്മുടെ നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെ തരത്തിൽ നമുക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ചോദ്യം നോക്കാം. Dash is a communication channel that carries the information from the sender to the receiver. എന്താണ്? ഒരു മിനിറ്റ്, എന്താണത്? 16ാമത്തെ ചോദ്യം. Dash is a communication channel that carries the information from the sender to the receiver. എന്താണ്? ടോപ്പോളജി ആണോ? സെർവർ ആണോ? ട്രാൻസ്മിഷൻ മോഡാണോ? ട്രാൻസ്മിഷൻ മീഡിയ ആണോ? അപ്പൊ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവുക ട്രാൻസ്മിഷൻ മോഡും ട്രാൻസ്മിഷൻ മീഡിയം, ഇത് രണ്ടിലായിരിക്കും സംശയം വന്നിട്ടുണ്ടാവുക അല്ലെ. ഇവിടെ സ്പെസിഫൈ ചെയ്ത് ചോദ്യം നോക്കുക നിങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ചാനൽ അതുവഴിയാണ് എന്ത് ചെയ്യുക? സെന്ററും റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ സെന്ററും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഒരു ചാനലിന് നമ്മൾ എന്താണ് പറയുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്, അപ്പൊ ഞാനാണ് എന്ത്? സെന്റർ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ റിസീവ് ചെയ്യണം, അപ്പൊ നിങ്ങളാണ് എന്ത്? റിസീവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ചാനൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ വയേർഡ് ആവാം, വയർലെസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഈ ഒരു ചാനൽ, നമ്മുടെ ഡാറ്റ പാസ് ചെയ്യുന്ന ആ ഒരു ചാനലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നോക്കുക. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. എന്റെ കമ്പ്യൂട്ടർ ഇതാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്കൊരു ഡാറ്റ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാണ്. ഞാൻ എ, നിങ്ങൾ ബി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു ചാനൽ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ഞാൻ സെൻഡർ ആണ്. നിങ്ങൾ ആരാണ്? റിസീവർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. എല്ലാത്തിന്റെ ഉത്തരവും ആ ചോദ്യത്തിന് ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസ്മിഷൻ മീഡിയ ആർ യൂഷ്വലി കാറ്റഗറൈസ്ഡ് ആസ്. എന്താണ്? നിങ്ങൾ പറ. ട്രാൻസ്മിഷൻ മീഡിയ ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയേർഡ് ആവാം, വയർലെസ് ആവാം. ആ ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അതിനെ പ്രധാനമായിട്ടും 2 തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസ് ഞാനിപ്പോ പറഞ്ഞു. അപ്പൊ അതിനെ എന്തായിട്ടാണ് വിളിക്കുന്നത്? ഫിക്സഡ് അൺഫിക്സഡ് എന്നാണോ? ഗൈഡഡ് അൺഗൈഡഡ് എന്നാണോ? ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് എന്നാണോ? മെറ്റാലിക് നോൺ മെറ്റാലിക് എന്നാണോ? എന്താണ്? ട്രാൻസ്മിഷൻ മീഡിയ ഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ, അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഞാൻ തിയറി ആയിട്ടല്ല പറയുന്നത്, ഓരോ ചെറിയ പോയിന്റും ഞാൻ ഓരോ ചോദ്യങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. തിയറി അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്യുകയാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ചോദ്യത്തിലൂടെ ചെയ്യുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ ഡാഷ് മീഡിയം പ്രൊവൈഡ്സ് എ ഫിസിക്കൽ കണ്ടക്ട് ഫ്രം വൺ ഡിവൈസ് ടു അനദർ. എന്താണ് അതിനെ പറയുന്നത്? എന്താണ്? ഗൈഡഡ് എന്നാണോ അൺഗൈഡഡ് എന്നാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ്മിഷൻ മീഡിയയെ നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഫിസിക്കൽ മീഡിയം വരുന്നുണ്ട്. ഫിസിക്കൽ കണ്ടക്ട് വരുന്നുണ്ടെങ്കിൽ 2 സെൻഡറും റിസീവറിന്റെയും ഇടയ്ക്ക് ഒരു ഫിസിക്കൽ മീഡിയം ആണ് അത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഗൈഡഡ് എന്നാണോ അൺഗൈഡഡ് എന്നാണോ പറയാ? ഗൈഡഡ് മീഡിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഗൈഡഡ് മീഡിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മീഡിയം വരാത്തത് എന്താണ്? അതായത് ഒരു ഫിസിക്കൽ മീഡിയം നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക്, ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയ്ക്ക് ഒരു ഫിസിക്കൽ മീഡിയം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? അൺഗൈഡഡ് മീഡിയ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈമറിലി യൂസ് ഗൈഡഡ് മീഡിയ? അതായത് അവിടെ ഒരു ഫിസിക്കൽ സെൻട്രും റിസീവറിന്റെയും ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ഫിസിക്കൽ മീഡിയം വരുന്നുണ്ട്. നോക്കാം, ഈ തന്നിരിക്കുന്നവയിൽ ഗൈഡഡ് മീഡിയക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റത്തില് ഗൈഡഡ് മീഡിയ ആണോ? അവിടെ ഒരു ഫിസിക്കൽ മീഡിയം വരുന്നുണ്ടോ? നമ്മൾ മൊബൈൽ ഫോൺ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്കിടയിൽ ഒരു ഫിസിക്കൽ മീഡിയം വരുന്നുണ്ടോ? ഇല്ല. ലോക്കൽ ടെലിഫോൺ സിസ്റ്റത്തിൽ വരുന്നുണ്ടോ? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ടോ? റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിൽ വരുന്നുണ്ടോ? ഇതിലൊന്നിനും വരുന്നില്ല. ഏതിലാണ് വരുന്നത്? നമ്മുടെ ലോക്കൽ ടെലിഫോൺ സിസ്റ്റത്തിലാണത് വരുന്നത്. ഒരു ഗൈഡഡ് വയർ വെച്ചിട്ടുള്ള ഒരു ഗൈഡഡ് മീഡിയ വരുന്നത് എവിടെയാണ്? ലോക്കൽ ടെലിഫോൺ സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാൻസ്മിഷൻ മീഡിയത്തിനെ നമ്മൾ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് ഗൈഡഡും ഒന്ന് അൺഗൈഡഡും. ഗൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രാൻസ്മിഷൻ മീഡിയം എന്താണ്? ഒരു ഫിസിക്കൽ മീഡിയം ആണ് കേട്ടോ. ഒരു ഫിസിക്കൽ മീഡിയം ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റേതെന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല. അടുത്ത ചോദ്യം നോക്കാം. ട്വിസ്റ്റഡ് പെയർ cable, coaxial cable and fiber optic cable are examples of guided media or unguided media or both A and B, none of these. ഏതാണ് ഈ തന്നിരിക്കുന്നത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ നിങ്ങൾ കേട്ട് കാണും. കൊയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ, ഇതൊക്കെ എന്താണ്? ഓരോ ട്രാൻസ്മിഷൻ മീഡിയാസ് ആണ് അല്ലെ. ഈ തന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ മീഡിയാസ് ഒക്കെ ഗൈഡഡിൽ വരുന്നതാണോ അൺഗൈഡഡ് മീഡിയാസിൽ വരുന്നതാണോ? ഏതാണ്? ഗൈഡഡ് മീഡിയ ആണ് കേട്ടോ. ട്വിസ്റ്റഡ് പെയർ കേബിളും കൊയാക്സിയൽ കേബിളും ഫൈബർ ഒപ്റ്റിക് കേബിളും ഒക്കെ എന്തിൽ വരുന്നതാണ്? ഗൈഡഡ് മീഡിയയിൽ വരുന്നതാണ്. അതായത് അവിടെ ഒരു ഫിസിക്കൽ മീഡിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം, ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഡാഷ് കേബിൾ കൺസിസ്റ്റ് ഓഫ് 2 insulated copper wires twisted together. ഏതാണ്? കോയാക്സിയൽ കേബിൾ ആണോ? ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണോ? ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണോ? അത് നൺ ഓഫ് ദ എബവ് ആണോ? ഏതാണ്? 2 കോപ്പർ വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? കോയാക്സിയൽ എന്നാണോ? ഫൈബർ ഒപ്റ്റിക് എന്നാണോ? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണോ? എന്താണ് പറയുന്നത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ് കേട്ടോ. ഈ ഫിഗർ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, 2 വയേഴ്സ് നമ്മൾ പിരിച്ചു വെച്ച്, ഇതാണ് എന്ത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇതൊരു ട്രാൻസ്മിഷൻ മീഡിയം ആണ്. സെന്ററിന്റെയും റിസീവറിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ട്രാൻസ്മിഷൻ മീഡിയം ആണ് എന്ത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. അവിടെ ഒരു ഫിസിക്കൽ മീഡിയം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് എന്തിൽ വരുന്നു? നമ്മുടെ ഗൈഡഡ് മീഡിയക്ക് എക്സാമ്പിൾ ആണ് എന്ത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ കണ്ടക്ടർ ആൻഡ് എ ഷീൽഡ്. ഏതാണ്? കോയാക്സിയൽ ആണോ, ഫൈബർ ഒപ്റ്റിക് ആണോ, ട്വിസ്റ്റഡ് പെയർ ആണോ? ഒരു കണ്ടക്ടറും ഒരു ഷീൽഡും, അതിനെ ചുറ്റും ഒരു ഷീൽഡ് വരുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? കോയാക്സിയൽ ആണ് കേട്ടോ, കോയാക്സിയൽ ആണ്, കോയാക്സിയൽ. ഫിഗർ നോക്കുക. ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കും, എന്താണ്, ഒരു ഷീൽഡ്, ഔട്ടർ ഷീൽഡും ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുന്നതാണ് എന്ത്? ഇതും ഒരു ഫിസിക്കൽ മീഡിയം ആണ്. സെന്ററിന്റെയും റിസീവറിന്റെയും ഇടയ്ക്കുള്ള ഒരു ഫിസിക്കൽ മീഡിയം ആണ് എന്ത്? കോയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. ഏതിലാണ് വരുന്നത്? ഗൈഡഡ് മീഡിയയിലാണ് ഇതും വരുന്നത്. ഡാഷ് കേബിൾ ക്യാൻ ക്യാരി സിഗ്നൽസ് ഓഫ് ഹയർ ഫ്രീക്വൻസി റേഞ്ചസ് ദാൻ ഡാഷ് കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിളിനാണോ ഫൈബർ ഒപ്റ്റിക്കിനെക്കാട്ടിലും ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ സിഗ്നൽസ് ക്യാരി ചെയ്യാൻ പറ്റുക? തെറ്റാണ്. കോയാക്സിയൽ കേബിളിനാണ് ഫൈബറിനെക്കാട്ടിലും, അതും തെറ്റാണ്. കോയാക്സിയൽ കേബിളിനാണ് ട്വിസ്റ്റഡ് പെയറിനെക്കാട്ടിലും ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ പറ്റുക. അത് കറക്റ്റ് ആണ് കേട്ടോ. കോയാക്സിയൽ കേബിളിനെക്കാട്ടിലും നല്ലത് ഏതാണ്? സോറി, കോയാക്സിയൽ കേബിളാണ് ട്വിസ്റ്റഡ് പെയറിനെക്കാട്ടിലും നല്ലത്. ഡാഷ് കേബിൾസ് ആർ കമ്പോസ്ഡ് ഓഫ് എ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് inner core surrounded by a cladding all encased in an outside jacket. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഒരു ഫിസിക്കൽ മീഡിയം, ട്രാൻസ്മിഷൻ മീഡിയത്തിലെ ഒരു ഫിസിക്കൽ മീഡിയം, ഗൈഡഡ് മീഡിയം, അതിനൊരു കോറും ക്ലാഡിങ്ങും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് കേട്ടോ. നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സംഭവം ഏതാണ്? ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ്. അതിന്റെ ഉള്ളിൽ ഒരു കോറും ക്ലാഡിങ്ങും ഉണ്ട്, കോറും ക്ലാഡിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ഫിസിക്കൽ മീഡിയം ദാറ്റ് കണ്ടെയ്ൻസ് എ കോർ ആൻഡ് ക്ലാഡിങ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത്. ലാബിലൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഡാഷ് കേബിൾ ക്യാരി ഡാറ്റ സിഗ്നൽസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. കോയാക്സിയൽ, ഫൈബർ ഒപ്റ്റിക്, ട്വിസ്റ്റഡ് പെയർ. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ഫൈബർ ഒപ്റ്റിക് ആണ് കേട്ടോ. ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് ഡാറ്റ സിഗ്നൽസ് ലൈറ്റിന്റെ ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, നമ്മൾ ആദ്യം പറഞ്ഞ ഗൈഡഡ് മീഡിയയിൽ ആദ്യം വരുന്ന ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉണ്ടല്ലോ, ട്വിസ്റ്റഡ് പെയർ കേബിളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതൊരു എന്താണ്? രണ്ട് കോപ്പർ വയർ പിരിച്ചു വെച്ചൊരു സംഭവമാണ് ഇത് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സിഗ്നൽസ് ആയിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അനലോഗ് സിഗ്നൽസ് ആയിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം കോയാക്സിയൽ കേബിളിൽ നമ്മൾ അങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫൈബർ ഒപ്റ്റിക് കേബിളിൽ നമ്മൾ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ഫൈബർ ഒപ്റ്റിക് കേബിളിൽ നമ്മൾ ഡാറ്റ സിഗ്നൽസ് എന്തായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ലൈറ്റിന്റെ ഫോമിലാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ ഫൈബർ ഒപ്റ്റിക് കേബിൾ ദ സിഗ്നൽ ഈസ് പ്രൊപ്പഗേറ്റഡ് അലോങ് ദ ഇന്നർ കോർ ബൈ. അതായത് ഒന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. ഫൈബർ ഒപ്റ്റിക്കിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോറും ക്ലാഡിങ്ങും ഉണ്ട് എവിടെ? ഫൈബർ ഒപ്റ്റിക് കേബിളിൽ. അതിൽ ഡാറ്റ നമ്മൾ ലൈറ്റിന്റെ ഫോമിലാണ് ഡാറ്റ സിഗ്നൽസ് നമ്മൾ അയക്കുന്നത്. ഇവിടെ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ലോ എന്ന് പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ. റിഫ്ലക്ഷൻ വഴിയാണ് ഡാറ്റ ഈ ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇതാണ് നിങ്ങളുടെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ എന്താണ്? നമ്മളൊരു ഡാറ്റ അയക്കുകയാണ്. ഡാറ്റ എന്താണ്? ലൈറ്റിന്റെ ഫോമിലാണ് നമ്മൾ ഡാറ്റ അയക്കുന്നത്. അതെങ്ങനെയാണ്? റിഫ്ലക്ഷൻ ലോ യൂസ് ചെയ്തിട്ടാണ്. ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്താണ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് സെന്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ. അപ്പൊ ഓർക്കുക, എന്തൊക്കെയാണ് ഫൈബർ ഒപ്റ്റിക് കേബിളിൽ നമ്മൾ ഓർക്കേണ്ടത്? കോറും ക്ലാഡിങ്ങും ഉണ്ട്. ലൈറ്റിന്റെ രൂപത്തിലാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോയിട്ടാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്? സെന്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നത്. റിഫ്ലക്ഷൻ. അടുത്ത ചോദ്യം. ഡാഷ് മീഡിയ ട്രാൻസ്പോർട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്തൗട്ട് ദ യൂസ് ഓഫ് എ ഫിസിക്കൽ കണ്ടക്ടർ. അപ്പൊ ഏതായിരിക്കും? ഒബ്വിയസ്ലി ഏതായിരിക്കും? അൺഗൈഡഡ് മീഡിയ ആണ് അല്ലെ. ഒരു ഫിസിക്കൽ മീഡിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെന്ററിന്റെയും റിസീവറിന്റെയും ഇടയ്ക്ക് ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഒരു ഫിസിക്കൽ മീഡിയം ആണെങ്കിൽ, ഒരു ഫിസിക്കൽ കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതെന്താണ്? ഗൈഡഡ് മീഡിയം ആണ്. അവിടെ ഒരു ഫിസിക്കൽ കണ്ടക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അൺഗൈഡഡ് മീഡിയം. അവിടെ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിഷൻ മീഡിയത്തിന്റെ 2 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയി കാണും. ഒന്ന് എന്താണ്? ഗൈഡഡ് മീഡിയ ആണ്. രണ്ടാമത്തത് എന്താണ്? അൺഗൈഡഡ് മീഡിയ ആണ്. ഈ ഗൈഡഡ് മീഡിയയിൽ വരുന്നതാണ് എന്തൊക്കെ? ട്വിസ്റ്റഡ് പെയർ കേബിളും, കോയാക്സിയൽ കേബിളും, ഫൈബർ ഒപ്റ്റിക് കേബിളും. ഈ അൺഗൈഡഡ് മീഡിയം എന്താണ്? അവിടെ ഒരു ഫിസിക്കൽ കണ്ടക്ടർ, ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഒരു ഫിസിക്കൽ കണ്ടക്ടർ ഇല്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോ വേവ്സ് ആർ omnidirectional, unidirectional, bidirectional, none of these. ഏതാണ്? omnidirectional ആണ് കേട്ടോ. omnidirectional. അപ്പൊ എന്താണ് ഈ omnidirectional എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് omnidirectional? റിസീവിംഗ് സിഗ്നൽസ് ഫ്രം ഓർ ട്രാൻസ്മിറ്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ,
receiving signals from or transmitting in all directions, receiving signals from or transmitting in straight directions, none of the above. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. റേഡിയോ വേവ്സ് ഓംനി ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും സിഗ്നൽസ് റിസീവ് ചെയ്യുകയും ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും അയക്കുകയും ചെയ്യും. അതാണ് ഈ റേഡിയോ വേവ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓംനി ഡയറക്ഷനിലാണ്, എവിടുന്ന് വേണമെങ്കിലും റിസീവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് അൺഗൈഡഡ് മീഡിയത്തിലെ ഒന്നാണ് എന്ത്, റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഹാവിംഗ് ഫ്രീക്വൻസി ബിറ്റ്വീൻ 3 കിലോഹെർട്സ് ആൻഡ് 1 ജിഗാഹെർട്സ് ആർ കോൾഡ്. 3 കിലോഹെർട്സിനും 1 ജിഗാഹെർട്സിനും ഇടയ്ക്ക് വരുന്ന, ശ്രദ്ധിക്കുക, 3 കിലോഹെർട്സും 1 ജിഗാഹെർട്സിനും ഇടയ്ക്ക് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. റേഡിയോ വേവും മൈക്രോവേവും ഇൻഫ്രാറെഡ് വേവ് എന്നൊക്കെ പറയുന്ന എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഈ ഫ്രീക്വൻസി റേഞ്ചിന്റെ ഇടയ്ക്ക് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ എന്താണ് പറയുന്നത്, റേഡിയോ വേവ് എന്നാണ് പറയുന്നത് കേട്ടോ. റേഡിയോ വേവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ്, അൺഗൈഡഡ് മീഡിയാസിൽ വരുന്നതാണ് അല്ലെ. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫിസിക്കൽ കണ്ടക്ടർ ഇല്ല. നമുക്ക് എന്താ പറയാ, മറ്റേതിലാണെങ്കിൽ വയറൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഫൈബർ ഓപ്റ്റിക് കേബിൾ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ ഇതിൽ പോകുന്നത്, നമുക്ക് അന്തരീക്ഷത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അങ്ങനെയാണ് എന്ത്, ഈ അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യം, അപ്പൊ എന്താണ്, റേഡിയോ വേവ് ആണ് കേട്ടോ. 3 കിലോ ഹെർട്സിനും 1 ജിഗാ ഹെർട്സിനും ഇടയ്ക്ക് വരുന്നതാണ് എന്ത്, റേഡിയോ വേവ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് വേവ് ക്യാൻ ഏബിൾ ടു പെനട്രേറ്റഡ് വാൾസ്. അതായത് നമ്മുടെ ഭിത്തി കടന്നും പോകാൻ പറ്റുന്ന വേവ് ഏതാണ്? റേഡിയോ വേവ് ആണോ, മൈക്രോവേവ് ആണോ, ഇൻഫ്രാറെഡ് വേവ് ആണോ, അത് ഓൾ ഓഫ് ദ എബവ് ആണോ? ഏതാണ് നമ്മുടെ റേഡിയോ വേവ് ആണ് കേട്ടോ. പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഏതാണ്? റേഡിയോ വേവ്സ് ആണ് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഏതാണ്? 3 കിലോ ഹെർട്സിനും 1 ജിഗാ ഹെർട്സിനും ഇടയ്ക്ക് വരുന്നതാണ്. ഒമ്നി ഡയറക്ഷനിലാണ്, എവിടുന്ന് വേണമെങ്കിലും റിസീവ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും സെൻഡ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി മൈക്രോവേവ്സ്, അടുത്തൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയ മൈക്രോവേവിന്റെ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ജിഗാ ഹെർട്സിനും 300 ജിഗാ ഹെർട്സിനും ഇടയ്ക്ക് വരുന്നതാണ് എന്ത്, മൈക്രോവേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 ജിഗാ ഹെർട്സിനും 300 ജിഗാ ഹെർട്സിനും ഇടയ്ക്ക് വരുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ആർ യൂസ്ഡ് ഫോർ സെല്ലുലാർ ഫോൺസ്, സാറ്റലൈറ്റ് ആൻഡ് വയർലെസ് ലാൻഡ് കമ്മ്യൂണിക്കേഷൻ. ഏതാണ്? റേഡിയോ വേവ്സ് ആണോ, മൈക്രോവേവ്സ് ആണോ, ഇൻഫ്രാറെഡ് വേവ്സ് ആണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? ഏതാണ്? സെല്ലുലാർ ഫോൺസിലെ സാറ്റലൈറ്റ്സിലും വയർലെസ് ലാൻഡിലും ഒക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? മൈക്രോവേവ്സ് ആണ് കേട്ടോ, മൈക്രോവേവ്സ്. Dash are used for short range communication such as those between a PC and a peripheral device. അതായത് പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസ്. വയർ വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് വയർ വെക്കാതെയും കണക്ട് ചെയ്തൂടെ? ഇപ്പൊ വയർലെസ് മൗസ്, വയർലെസ് കീബോർഡ് ഒക്കെ നമുക്ക് അവൈലബിൾ അല്ലേ? അപ്പൊ ഈ തമ്മിലുള്ള ഈ ഒരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഏത് വേവ്സ് കൊണ്ടാണ് നടക്കുന്നത്? റേഡിയോ വേവ്സ് കൊണ്ടാണോ, മൈക്രോവേവ്സ് കൊണ്ടാണോ, ഇൻഫ്രാറെഡ് വേവ്സ് കൊണ്ടാണോ നടക്കുന്നത്? ഏതുകൊണ്ടാണ്? ഇൻഫ്രാറെഡ് വേവ്സ് കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ PC ആൻഡ് എ പെരിഫറൽ ഡിവൈസ് എന്താണ്? ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അടുത്തത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഹാവിംഗ് ഫ്രീക്വൻസി ഫ്രം 300 GHz to 400 THz. ഏതാണ്? ഇൻഫ്രാറെഡ് വേവ് ആണ് കേട്ടോ, ഇൻഫ്രാറെഡ് വേവ് ആണ്. അടുത്തത്, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ക്യാരി ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് എക്സ്പോസ് ടു ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ്. അതായത് ഇപ്പൊ നമ്മളൊരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ആ ഒരു നെറ്റ്വർക്കിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് തരം ട്രാൻസ്മിഷൻ മീഡിയമാണ് യൂസ് ചെയ്യേണ്ടത്? ട്വിസ്റ്റഡ് പെയർ ആണോ, ഒപ്റ്റിക്കൽ ഫൈബർ ആണോ, കോആക്സിയൽ കേബിൾ ആണോ, മൈക്രോവേവ് ആണോ? ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഒപ്റ്റിക്കൽ ഫൈബർ ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബറിലാണ് എന്ത്, ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ് കുറവുള്ളത്, ഒപ്റ്റിക്കൽ ഫൈബർ. വിച്ച് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് ഈസി ടു ഇൻസ്റ്റാൾ ഇൻസൈഡ് എ സിറ്റി ടു ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ക്വിക്ക്ലി? ഏതാണ്? കേബിൾ മീഡിയ, ഫൈബർ ഒപ്റ്റിക്, റേഡിയോ വേവ്സ്, ഓൾ. ഏതാണ്? റേഡിയോ വേവ്സ് ആണ് കേട്ടോ. കാരണം നമ്മൾ കേബിൾ ഒക്കെ വലിച്ചുണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടിലും എളുപ്പം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ട് അൺഗൈഡഡ് മീഡിയം, ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കീബോർഡ് വേണം, മൗസ് വേണം, ഒരു റൈറ്റിംഗ് പാഡ് വേണം, എല്ലാം വേണം അല്ലെ?
അപ്പൊ നിങ്ങൾ എല്ലാം വയർ വെച്ച് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും ഈ ലാപ്ടോപ്പ് കൊണ്ടു നടക്കാനും ഹാൻഡിൽ ചെയ്യാനും. അതേസമയം നമ്മൾ ഇതെല്ലാം വയർലെസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വയർ കുറഞ്ഞു കിട്ടും, യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതേ കേസ് തന്നെയാണ് എവിടെയും വരുന്നത്, നമ്മളൊരു സിറ്റിയിലൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു സിറ്റിയിലൊക്കെ ഒരു നെറ്റ്വർക്ക് ഇതുപോലെ വയർ വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഏതാണ് എളുപ്പം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതാണ്. Which of the following is fastest medium of data transfer? Coaxial cable, ട്വിസ്റ്റഡ്. ഞാൻ പറയട്ടെ, ട്വിസ്റ്റഡ് കേബിളിൽ എന്താണ് ഷീൽഡഡും അൺഷീൽഡഡ് എന്ന് പറഞ്ഞ് 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ടെലിഫോൺ ലൈൻസ്, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മീഡിയം ഏതാണ്? ഫൈബർ ഒപ്റ്റിക് മീഡിയം ആണ് കേട്ടോ. അടുത്തത്, അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ട്രാൻസ്മിഷൻ മീഡിയ. അപ്പൊ എന്തിനാ ഇത്രയും പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും? നിങ്ങൾ സിലബസിൽ ഞാനിപ്പോ ഫസ്റ്റ് കാണിച്ചു, സബ് ടോപ്പിക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്? മീഡിയ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള, സിലബസിലെ ഓരോ സെന്റൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസ് നമുക്ക് മനസ്സിലായ കാര്യമാണ് അല്ലെ. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് എടുത്ത് സിലബസിൽ കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യ പേപ്പറിലും ഓരോ സ്റ്റേജിലും മിക്കവാറും ഒരു 4-5 ചോദ്യം അതിന് കൺഫേംഡ് ആയിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് പോലും നമ്മൾ വിടാൻ പാടില്ല. അപ്പൊ ട്രാൻസ്മിഷൻ മീഡിയ നമുക്ക് 2ആയിട്ട് തിരിക്കാം. വയേർഡ് അല്ലെങ്കിൽ വയർലെസ്, ഗൈഡഡ് അല്ലെങ്കിൽ അൺഗൈഡഡ്, 2 പേരുകളാണ്. ഈ ഗൈഡഡ് മീഡിയ, അതായത് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആ ഒരു മീഡിയയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ട്വിസ്റ്റഡ് പെയറിൽ എന്താണ്? 2 കോപ്പർ വയർ പിരിച്ചു വെച്ചതിനാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. ഷീൽഡഡ് ഉണ്ടോ അൺഷീൽഡഡ് ഉണ്ടോ അത്രയൊന്നും നിങ്ങൾക്ക് വേണ്ട. പിന്നെ എന്താണ്? കോയാക്സിയൽ കേബിൾ, ഒരു കണ്ടക്ടറും അതിന്റെ പുറത്തൊരു ഷീൽഡും ഉണ്ടായിരിക്കും. ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത് കോർ ക്ലാഡിംഗ് ഉണ്ടായിരിക്കും. ലൈറ്റിന്റെ ഫോമിലാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ലൈറ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി വയർലെസ് അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയ, ഇവിടെ എന്താണ്? ഒരു ഫിസിക്കൽ കണ്ടക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല സെൻട്രും റിസീവറും തമ്മിൽ. പകരം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഏതൊക്കെയാണ്? റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ് ഇത്, നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, പ്രധാനപ്പെട്ട 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ലാൻ, മാൻ, വാൻ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ട്രാൻസ്മിഷൻ മീഡിയയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നെറ്റ്വർക്കിംഗ്, പ്രധാനപ്പെട്ട നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ആദ്യത്തെ ചോദ്യം, എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബൂസ്റ്റ് ദ സിഗ്നൽ ബിറ്റ്വീൻ 2 കേബിൾ സെഗ്മെന്റ്സ് ഓർ വയർലെസ് ആക്സസ് പോയിന്റ് ഈസ് കോൾഡ്. എന്താണ്? ബൂസ്റ്റർ, റിപ്പീറ്റർ, സ്വിച്ച്, റൗട്ടർ. എന്താണ്? പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം അല്ലെ. എന്താണ്? റിപ്പീറ്റർ ആണ് കേട്ടോ, റിപ്പീറ്റർ ആണ്. അതായത് നമ്മുടെ ഒരു സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതാണ്? ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? ഈ തന്നിരിക്കുന്നതല്ല, തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ തന്നിരിക്കുന്ന എന്താണ്? നമ്മൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, സിഗ്നലിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത്. നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനായിരിക്കും നമ്മൾ ഈ റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? നിങ്ങൾ നോക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഇത് ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ സിഗ്നലിൽ ഇങ്ങനെ ഇവിടെ എന്താണ് നടന്ന് പോയിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ എന്താണ്, ഈ സിഗ്നൽ ഓരോ ഇന്റർഫറൻസ് ഒക്കെ കാരണം സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയും. ആ ഒരു നമ്മൾ അയച്ച സിഗ്നലിന്റെ അതേ സ്ട്രെങ്ത്തിൽ തന്നെ റിസീവർക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്ക്, ഈ ഒരു ട്രാൻസ്മിഷൻ പാത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു റിപ്പീറ്റർ വെച്ച് കൊടുക്കും. റിപ്പീറ്റർ ഒന്നും ചെയ്യത്തില്ല, നമ്മൾ അയക്കുന്ന സിഗ്നലിനെ എന്താണ് ഒന്ന് ജസ്റ്റ് ബൂസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് എന്ത്? റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ഡിവൈസ് which is used to boost the signal between 2 cable segments or wireless access point is called repeater. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. റിപ്പീറ്റർ എന്താണ്? കാര്യമായിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? അത് റിസീവ് ചെയ്യുന്ന സിഗ്നൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതൊരു എന്താണ്, കുറെ ഡിവൈസസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതൊരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഡാറ്റ ഇങ്ങനെ പോകുന്നു. പക്ഷെ എന്താണ്, സഞ്ചരിക്കും തോറും സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറഞ്ഞാണ് വരുന്നത് അല്ലെ. അപ്പൊ ഒരു റിപ്പീറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അയക്കും. ഓക്കെ,
അടുത്ത ചോദ്യം, ഹബ്സ് ആർ പ്രസന്റ് ഇൻ ദ നെറ്റ്വർക്ക് ടു diagnose line failures, measure and manage traffic flow and simplify reconfiguring of LANs. Option B, to connect segments of a LAN. Option C, to interconnect the WANs with WANs, to interconnect WANs with LANs. എന്താണ് ശരി ഉത്തരം എന്താണ്? ഹബ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ അത്രയും കാര്യമായിട്ട് നമ്മൾ ഹബ്സ് യൂസ് ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? എവിടെയാണ്? ടു കണക്ട് സെഗ്മെന്റ്സ് ഓഫ് എ ലാൻ. ഒരു ലാനിന്റെ ഉള്ളിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹബ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫിഗറിലൂടെ നമുക്ക് നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. സെഗ്മെന്റ്സ് ഓഫ് എ ലാൻ, ഹബ്സ് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ പോർട്സ്. അതൊന്നും വേണ്ട, ജസ്റ്റ് നോക്കാം. ഹബ് എന്താണ്? ഒരു ലാനിന്റെ ഉള്ളിലെ സെഗ്മെന്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസ് കണക്ട് വൺ ലാൻ ടു അനദർ ലാൻ യൂസിങ് സെയിം പ്രോട്ടോകോൾ? ഏതാണ്? അതായത് ഒരു ലാനിന്ന് മറ്റൊരു ലാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൗട്ടർ ആണോ, സ്വിച്ച് ആണോ, ബ്രിഡ്ജ് ആണോ, മോഡം ആണോ? ഏതാണ്? സ്വിച്ച് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ഈ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹബ്ബ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്കിലെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാനിലെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹബ്ബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹബ്ബ് സ്വിച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കുക, ഇതാണ് ഒരു ഹബ്ബ്. ഈ ഹബ്ബിലേക്ക് കണക്റ്റഡ് ആണ് ഈ നെറ്റ്വർക്കിലെ ഡിവൈസസ് ഒക്കെ. ABCD എന്ന് പറഞ്ഞ 4 ഡിവൈസ് ഉണ്ട്. ഈ 4 ഡിവൈസും എന്താണ്? ഈ ഹബ്ബിലേക്ക് കണക്റ്റഡ് ആണ്. ഇനി എന്താണ് വേണ്ടത്? ഈ എക്ക് സിയിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. എക്ക് സിയിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യും? എ എങ്ങോട്ടായിരിക്കും അയക്കുക? നേരെ സിയിലേക്ക് അയക്കാൻ പറ്റത്തില്ല, ഹബ്ബിലേക്കാണ് അയക്കുക. ഹബ്ബ് എന്ത് ചെയ്യും? ഈ നെറ്റ്വർക്കിലെ ബാക്കി എല്ലാ ഡിവൈസസിനും എന്ത് ചെയ്യും? ആ ഡാറ്റ അങ്ങ് സെൻഡ് ചെയ്യും. കൂട്ടത്തിൽ ആർക്കും കിട്ടും? സിക്കും കിട്ടും എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് ഒരു പ്രശ്നം? എന്താണ്? ഈ ഹബ്ബ് എന്ന് പറയുന്നത് തീരെ ഇന്റലിജന്റ് അല്ല, ഒരു പൊട്ടനായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ജസ്റ്റ് എന്തേ സാധിക്കൂ? അതിന് വരുന്ന ഡാറ്റ അതുപോലെ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമ്മുടെ ഹബ്ബിന് സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താണ്? സിക്ക് സീക്രട്ട് ആയിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ആർക്കൊക്കെ കിട്ടും? ബിക്കും കിട്ടും, ഡിക്കും കിട്ടും. അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്വിച്ച് എന്താണ്? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ഒരു നെറ്റ്വർക്ക് എക്ക് സിയിലേക്ക് അയക്കണം. ഇവരെല്ലാം എന്താണ്? സ്വിച്ചിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോ എന്ന ഡാറ്റ എന്ത് ചെയ്യും? സ്വിച്ചിലേക്ക് എത്തും. സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു ടേബിൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. മാക് അഡ്രസ് ഉള്ള ഒരു ടേബിൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണോ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് ആ മെഷീന്റെ മാക് അഡ്രസ് ആ ഒരു ഡാറ്റ പാക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് അയക്കുന്നത്. അപ്പൊ സിക്കാണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാച്ചിങ് ഈ ടേബിൾ നോക്കി മാച്ചിങ് ആണോ നോക്കും. അപ്പൊ എന്താണ്? സി മാത്രമേ മാച്ചിങ് ആവത്തുള്ളൂ. അപ്പൊ ബാക്കി ഡിക്കും ബിക്കും ഡാറ്റ പോകത്തില്ല. ആർക്ക് മാത്രമേ ഡാറ്റ പോകത്തുള്ളൂ? എയിൽ നിന്നും സിയിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം. നമുക്കിപ്പോ എന്താണ്? എയിൽ നിന്നും സിയിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇവരെല്ലാം ഒരു സെൻട്രൽ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ഈ സ്വിച്ചിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. മനസ്സിലായി? നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വിച്ചും എന്താണ്? ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. ഒരു നെറ്റ്വർക്കിലെ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവരെല്ലാം എന്താണ്? സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി എയിൽ നിന്നും സിയിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ എന്ത് ചെയ്യും? സ്വിച്ചിലേക്കാണ് ആ സംഭവം അയക്കുക. മനസ്സിലായോ? സ്വിച്ച് എന്ത് ചെയ്യും? ഒരു ടേബിൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും എല്ലാ ഡിവൈസിന്റെയും മാക് അഡ്രസ്. അതായത് മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ മെഷീൻ അഡ്രസ്. നമ്മുടെ കമ്പ്യൂട്ടറിനും നമ്മുടെ ഫോണിലും എല്ലാത്തിനും എന്താണ്? യൂണീക്ക് ആയിട്ടൊരു മാക് അഡ്രസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ആര് സൂക്ഷിക്കുന്നുണ്ട്? എയുടെയും ബിന്റെയും സിന്റെയും ഡിന്റെയും ഒക്കെ മാക് അഡ്രസ് ആര് സൂക്ഷിക്കുന്നുണ്ട്? നമ്മുടെ സ്വിച്ച് ഒരു ടേബിൾ രൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ എയിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടേക്കാണോ അയക്കേണ്ടത്? ഇപ്പൊ സിയിലേക്കാണ് അയക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ സിന്റെ മാക് അഡ്രസ് ആ ഡാറ്റയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സ്വിച്ച് നോക്കും, മാക് അഡ്രസ് എന്താണെന്ന് നോക്കും. മാക് അഡ്രസ് ആർക്കേ മാച്ച് ആവുന്നുള്ളൂ? സിയുടെ ടേബിളിലേക്ക് മാച്ച് ആവുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? കറക്റ്റ് ആ സിയുടെ അടുത്തേക്ക് മാത്രമേ സ്വിച്ച് എന്ത് ചെയ്യുള്ളൂ? ഡാറ്റ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ഡിക്കും പിക്കും ഹബ്ബ് പോലെ എന്ത് ചെയ്യില്ല? സെൻഡ് ചെയ്യില്ല. അതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. സ്വിച്ച് കുറച്ചും കൂടി എന്താണ്? ഇന്റലിജന്റ് ആണ്. ഹബ്ബ് ഒരു പൊട്ടനാണ്. എല്ലാവർക്കും കിട്ടുന്നതൊക്കെ അങ്ങനെ അയക്കും. ഓക്കെ,
അപ്പൊ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹബ് എന്ത് ചെയ്യുന്നുള്ളൂ? only detect that a device is physically connected to it, can detect specific devices that are connected to it, keeps a record of the MAC address of those devices. ഞാൻ പറഞ്ഞില്ല, ഓരോ ആ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസസിന്റെയും മാക് അഡ്രസ്, മെഷീൻ അഡ്രസ്, യൂണിക് ആയിട്ടുള്ള ആ അഡ്രസ് സ്വിച്ചിലേക്ക് സ്വിച്ചിൽ ഒരു ടേബിൾ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ ടേബിൾ നോക്കി കറസ്പോണ്ടിങ് മെഷീന് മാത്രമേ ആ ഡാറ്റ ഫോർവേഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഹബ് അങ്ങനെയല്ലേ, എല്ലാവർക്കും അങ്ങ് അയച്ചു കൊടുക്കും. ഓക്കെ. Hubs and switches are used to exchange data within a local area network, not used to exchange data outside their own network. ഒരു വാനിലേക്കൊന്നും ഡാറ്റ സെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വാൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലാനിനെ ഒരു വാനിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? സ്വിച്ചും അല്ലെങ്കിൽ ഹബും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ലാനിൽ നിന്നും വാനിലേക്ക് ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IP അഡ്രസ് വേണം. IP അഡ്രസ് റീഡ് ചെയ്യാൻ പറ്റണം ഈ നെറ്റ്വർക്കിംഗ് ഡിവൈസിന്. അങ്ങനെ IP അഡ്രസ് റീഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് നമുക്കുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ റൗട്ടർ എന്ത് ചെയ്യുന്നു? സ്ക്രീൻസ് ഇൻകമിംഗ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്, ക്ലിയർ ഓൾ വൈറസ് ഫ്രം എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഈസ് എ വർക്ക് വൈറസ്. അപ്പൊ എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെ ക്ലിയർ ആണ്. എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്. A device that is used to connect a number of LANs. ഏതാണ് നമ്പർ ഓഫ് ലാൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? അതായത് ലാനിനെ വാനിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റൗട്ടർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റൗട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചെറിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ABCD വരുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അവർ സ്വിച്ചിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വേണം? ഇവിടെ വാൻ ഉണ്ട്, അതായത് കുറെ ലാൻസും സംഭവങ്ങളൊക്കെ ഇപ്പുറത്തോട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു വാൻ ആയിട്ട് കാണിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ഈ ലാനിലുള്ള ഈ എക്ക് ഈ വാനിലുള്ള മറ്റൊരു സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഈ ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിലാണെങ്കിൽ ഈ സ്വിച്ചിലേക്ക് അയച്ചിട്ട് ആ സ്വിച്ച് ടേബിൾ ഒക്കെ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആൾ ആരാണോ അതിൽ വെച്ചിട്ട് അയച്ചിട്ടുണ്ടായിരിക്കും. ആ സ്വിച്ചിനാണെങ്കിൽ ആകെ മാക് അഡ്രസ് മാത്രം മതിയായിരുന്നു. പക്ഷെ എന്താണ്, നമ്മൾ വാനിലേക്കൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ, മറ്റു നെറ്റ്വർക്കിലേക്ക് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ IP അല്ലെ, ഓരോ സിസ്റ്റത്തിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന യൂണിക് അഡ്രസ് ആയ IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, IP അഡ്രസ് നമുക്ക് വേണം. അത് റീഡ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഇത് റൗട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ലാനിലിരിക്കുന്ന ഈ ഒരു എക്ക് ഒരു വാനിലെ ഒരു സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ അഡ്രസ് വെച്ച് പറ്റത്തില്ല. പകരം എന്ത് വേണം? ഏത് നെറ്റ്വർക്കിലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് IP അഡ്രസ് ഒക്കെ നമ്മൾ അറിയണം അല്ലെ? അപ്പൊ ഈ IP അഡ്രസ് ഒക്കെ വായിക്കാനും അതിനനുസരിച്ച് പാക്കറ്റ് റൗട്ട് ചെയ്യാനും പറ്റുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഇത് റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സിമ്പിളി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു ലാനിനെ വാനിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നെറ്റ്വർക്കിംഗ് ഡിവൈസ് വേണം? സ്വിച്ച് പോരാ അല്ലെ? സ്വിച്ച് പോരാ. ഏത് വേണം നമുക്ക്? റൗട്ടർ വേണം. സ്വിച്ചിനാണെങ്കിൽ ജസ്റ്റ് മാക് അഡ്രസ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ മറ്റൊരു നെറ്റ്വർക്കിലേക്ക്, ഈ ലാൻ അല്ലാതെ മറ്റൊരു വാനിലെ ഒരു ഡിവൈസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ IP അഡ്രസ് നമുക്ക് അറിയാൻ വേണം. അത് റീഡ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് നമുക്ക് വേണം അല്ലെ? അപ്പൊ ആ ഒരു ഡിവൈസ് ആണ് എന്ത്? റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഒരു ആനിമേഷൻ രൂപത്തിൽ നിങ്ങൾ നോക്കുക. ഇതാണ് എന്ത്? ഇതൊരു ലാൻ ആണ് കേട്ടോ. റെഡ് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പേര്. അതായത് എല്ലാ മോണിറ്ററും റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ വാൻസ് ആണ്, അതായത് പല പല നെറ്റ്വർക്ക്സ് ഇവിടെ ഉണ്ട് അല്ലെ? ഈ ഒരു ലാനിലെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ അയക്കണം അല്ലെ? ഡാറ്റ അയക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതൊരു റൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? റൂട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറസ്പോണ്ടിങ് IP അഡ്രസ് റീഡ് ചെയ്ത് എവിടേക്കാണോ അതിനെ അയക്കേണ്ടത്, അതായത് ഈ സൈഡിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ ഈ സൈഡിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് അയക്കണം. IP അഡ്രസ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് പാക്കറ്റിനെ റൂട്ട് ചെയ്യാൻ ആർക്കേ പറ്റത്തുള്ളൂ? റൗട്ടറിനെ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ഒരു വാനിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണ്? റൂട്ടർ ആണ് കേട്ടോ. റൂട്ടർ ആണ് ഉണ്ടോ. അതുപോലെ പല പല ലാനുകൾ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റൗട്ടർ യൂസ് ചെയ്യാം. ഓക്കെ. ഹബ്സ് ആൻഡ് സ്വിച്ചസ് ആർ യൂസ് ടു ക്രിയേറ്റ് നെറ്റ്വർക്ക്സ്. കണ്ടോ, ഓരോ ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിരുന്നു? ഹബും സ്വിച്ചും യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഈ നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തേ നമുക്ക് പറ്റത്തുള്ളൂ? റൗട്ടറിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ. A device that connect networks with different protocols. അതേതാണ്?
ഏതാണ്? ഗേറ്റ് വേ ആണ് കേട്ടോ. സ്വിച്ച് ഹബ് ഒന്നുമല്ല, ഗേറ്റ് വേ ആണ്. ഡിഫറെന്റ് പ്രോട്ടോകോൾസിലെ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഇത് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു കണക്ട് ലാൻസ്, ടു സെപ്പറേറ്റ് ലാൻസ്, ടു കൺട്രോൾ നെറ്റ്വർക്ക് സ്പീഡ്. ലാനിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന 3 ഡിവൈസസ് ആണ് ഏതൊക്കെ? നമ്മുടെ ഹബും അതുപോലെ തന്നെ സ്വിച്ചും പിന്നെ ബ്രിഡ്ജും. ഇത് 3ഉം എന്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്? ബ്രിഡ്ജ് അല്ലെ, സ്വിച്ചും ഹബും ലാനിന്റെ ഉള്ളിൽ വരുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒന്ന് നോക്കാം. നമ്മുടെ ബ്രിഡ്ജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലാനിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ, അതായത് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മാക് ഫിൽട്ടറിംഗ് ആര് നടത്തുന്നുണ്ട്? ബ്രിഡ്ജ് നടത്തുന്നുണ്ട് കേട്ടോ. അതായത് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല, കറസ്പോണ്ടിങ് അഡ്രസ് നോക്കിയിട്ട് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും ആർക്ക് പറ്റും? നമ്മുടെ ബ്രിഡ്ജിന് പറ്റും. ഓക്കെ, ഇപ്പൊ ഇതൊരു എന്താണ്? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും, മാക് ഫിൽട്ടറിംഗ് ഉണ്ടാവും. അതായത് വരുന്ന സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും, കറസ്പോണ്ടിങ് അഡ്രസ്സിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ അത് റിപ്പീറ്റർ, റൂട്ടർ, ഗേറ്റ് വേ, ബ്രിഡ്ജ് എന്താന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചും ഹബും ബ്രിഡ്ജും എന്താണ്? ലാനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തൊക്കെ? റൗട്ടറും റിപ്പീറ്ററും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. സ്വിച്ചും ഹബും ബ്രിഡ്ജും നമ്മൾ ലാനിലാണ് യൂസ് ചെയ്യുന്നത്. റൗട്ടറും റിപ്പീറ്ററും നമ്മൾ ഏതാണ്? വാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നെറ്റ്വർക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഇൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ടെലിഫോൺ ലൈൻ? ഏതാണ്? അതായത് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനത്തെ ഫോമിലായിരിക്കും? ഡിജിറ്റൽ ഡാറ്റ ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് എന്താണ്? ഒരു ടെലിഫോൺ ലൈനിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ടെലിഫോൺ ലൈനിൽ എങ്ങനെയാണ്? അനലോഗ് സിഗ്നൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അനലോഗ് സിഗ്നൽ ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? അനലോഗ് സിഗ്നൽസ് മാത്രമേ നമ്മുടെ ടെലിഫോൺ ലൈന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ ഡിജിറ്റൽ ഡാറ്റയാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിരിക്കുന്നതും, പക്ഷെ അനലോഗ് സിഗ്നൽ ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിജിറ്റൽ ഡാറ്റയെ നമ്മൾ എന്താക്കി മാറ്റണം? അനലോഗ് ഡാറ്റയാക്കി മാറ്റണം. എങ്കിലേ ഈ അനലോഗ് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മോഡം എന്ന് പറയുന്നത്. അതായത് മോഡുലേഷനും ഡീമോഡുലേഷനും ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ രണ്ടും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ്? കമ്പ്യൂട്ടറിന് കുറച്ച് ഡാറ്റ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ടെലിഫോൺ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറിലെ ഡാറ്റ എന്ന് പറയുന്നത് 0s and 1s ഫോമിലുള്ള ഡിജിറ്റൽ ഡാറ്റയാണ്. അപ്പോൾ ടെലിഫോൺ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അനലോഗ് ട്രാൻസ്മിഷൻ മീഡിയമാണ്. അപ്പൊ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യണം? ഡിജിറ്റലിൽ നിന്നും അനലോഗിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? മോഡം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ വിചാരിക്കാം, ഇനി ഈ അനലോഗ് ഡാറ്റ ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, തിരിച്ചൊരു കമ്പ്യൂട്ടറിന് അത് റിസീവ് ചെയ്യണം. കമ്പ്യൂട്ടറിന് ഡിജിറ്റൽ ഡാറ്റ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും ഇവിടെ എന്ത് വേണം? ഒരു മോഡം വേണം അല്ലെ? എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ അനലോഗ് ഡാറ്റയെ ഡിജിറ്റൽ ആക്കി മാറ്റി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. അപ്പൊ മോഡവും റൂട്ടറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. മോഡം എന്തിനാണ്? നമ്മുടെ സിഗ്നലിനെ ഡിജിറ്റലിനെ അനലോഗ് ആക്കി മാറ്റാനും അനലോഗിനെ ഡിജിറ്റൽ ആക്കി മാറ്റാനുമാണ്. പക്ഷെ നമ്മൾ റൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, IP അഡ്രസ് റീഡ് ചെയ്ത് അതിനെ വാനിലേക്ക്, കറസ്പോണ്ടിങ് വാനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, which of the following network device has the slowest type of connection? DSL, router, dial-up modems, none of the above. ഏതാണ്? dial-up മോഡത്തിനാണ് ഏറ്റവും സ്ലോ കണക്ഷൻ വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ പോർട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിലൊക്കെ പോർട്ട് ഉണ്ട് അല്ലെ? എന്തിനാണ് നമ്മൾ ഈ പോർട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ പെരിഫറൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഫറൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോർട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെരിഫറൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പോർട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. A wireless technology built in electronic gadgets used for exchanging over a short distance is called? ഏതാണ്? USB ആണോ? വയർലെസ് ആണ്. ശ്രദ്ധിക്കുക, വയർലെസ് ടെക്നോളജി ആണ്. അപ്പൊ USB ആയിരിക്കും, ബ്ലൂടൂത്ത് ആയിരിക്കും, മോഡം ആയിരിക്കും, വൈഫൈ ആണോ? ഷോർട്ട് ഡിസ്റ്റൻസിൽ
വയർലെസ്സും ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്, ബ്ലൂടൂത്ത് ആണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് നമ്മൾ ചെറിയൊരു നെറ്റ്വർക്ക് പേഴ്സണൽ ഡിവൈസ് കണക്ട് ചെയ്ത് ചെറിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും അല്ലെ. അടുത്ത ചോദ്യം, എ വയർലെസ് നെറ്റ്വർക്ക് യൂസസ് ഡാഷ് വേവ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ്. വയർലെസ് നെറ്റ്വർക്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഏതാണ്, റേഡിയോ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, in a network the computer that stores the files and process the data is called എന്താണ്, സെർവർ ആണോ, ടെർമിനൽ ആണോ, മോഡം ആണോ, ഓൾ ഓഫ് ദീസ് ആണോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോ നേരത്തെ സെൻഡർ റിസീവർ ടേംസിലാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ എ ആണ്, ഓക്കെ, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഡാറ്റ നിങ്ങൾക്ക് വേണം. ആ ഡാറ്റ ഉള്ളത് വേറൊരു കമ്പ്യൂട്ടർ ബി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലാണ് ഈ ഡാറ്റ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഡാറ്റ തരുന്നു. അപ്പൊ റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ആരായി, ക്ലൈന്റ് ആണ്. റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ആരാണ്, ക്ലൈന്റ് ആണ്. ആ ഡാറ്റ ഇരിക്കുന്നത് നിങ്ങൾക്ക് തരുന്നതുമായ ആ കമ്പ്യൂട്ടർ ആരാണ്, സെർവർ ആണ്. മനസ്സിലായോ? ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറഞ്ഞാലും. കുറച്ചും കൂടി വലുതാക്കി പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആക്സസ് ചെയ്യണം അല്ലെ, ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്കൊരു ഡാറ്റ ആക്സസ് ചെയ്യണം. നിങ്ങൾ എ ആണ്, ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്കൊരു ഡാറ്റ ആക്സസ് ചെയ്യണം അല്ലെ. അപ്പൊ നിങ്ങൾ www.google.com അടിച്ചു നോക്കി ഗൂഗിൾ എടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നു അല്ലെ. ആ ഡാറ്റ എവിടെയാണ് ഇരിക്കുന്നത്, ദൂരെയുള്ള ഏതോ ഒരു എക്സ് സെർവറിലാണ് അത് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ഇൻഫോർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആരായി, നിങ്ങളൊരു ക്ലൈന്റ് ആണ്. അപ്പൊ ഇരിക്കുന്ന ഇൻഫോർമേഷൻ ഇരിക്കുന്നത് എവിടെയാണ്, എക്സ് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത് അല്ലെ ആ ഇൻഫോർമേഷൻ. അപ്പൊ അതെന്തായി, അതൊരു സെർവറായി. മനസ്സിലായോ? അടുത്ത ചോദ്യം, connections to the internet using a phone line and a modem are called broadband, dial-up, digital, none of these. ഏതാണ്, ഓപ്ഷൻ ബി dial-up ആണ് കേട്ടോ. അടുത്തത്, a device that connects to a network without the use of a cable is known as. ഏതാണ്, ഓപ്ഷൻ ഡി വയർലെസ് ആണ് കേട്ടോ. The first network was called, അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക് ഏതാണ്, CN നെറ്റ് ആണോ, NSF നെറ്റ് ആണോ, ASAP നെറ്റ് ആണോ, ആർപ്പ നെറ്റ് ആണോ, ഏതാണ്? ലോകത്തിൽ തന്നെ ആദ്യമായി ഉണ്ടായ ഒരു നെറ്റ്വർക്ക് മോഡൽ ഏതാണ്, ആർപ്പ നെറ്റ് ആണ് അല്ലെ. US ഡിഫൻസ് ഉണ്ടാക്കിയ ആർപ്പ നെറ്റ് ആണ് അല്ലെ. എന്താണ് ഇതിന്റെ ഫുൾ ഫോം, എന്താണ് ആർപ്പ നെറ്റിന്റെ ഫുൾ ഫോം എന്താണ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഞാൻ കൊടുത്ത തെറ്റിപ്പോയി. എന്താണ്, എല്ലാം ഒരേ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്, സാരമില്ല. ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതാണ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നതാണ് ആർപ്പ നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർപ്പ നെറ്റ് എന്താണ്, ആരാണ് ഡെവലപ്പ് ചെയ്തത്, ആരാണ്, US ഡിഫൻസ് ഡെവലപ്പ് ചെയ്ത ഒരു നെറ്റ്വർക്ക് ആണ് ഇത് ആർപ്പ നെറ്റ് എന്ന് പറയുന്നത്, അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. Which of the following is not a unit for data transfer rate? MBPS, KBPS, SBPS, GBPS. Data transfer rate ന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്, SBPS ആണ് അല്ലെ. നമുക്കറിയാം ബാക്കിയെല്ലാം എന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം, ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ MIPS, ബിറ്റ്സ് പെർ സെക്കൻഡ്, ബോഡ് റേറ്റ്, സൈക്കിൾസ് പെർ സെക്കൻഡ്. ഏതാണ്, ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏതിലാണ്, ബിറ്റ്സ് പെർ സെക്കൻഡിലാണ്. മിപ്സ് എന്താണ്, നമ്മുടെ CPU പ്രോസസിംഗ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്, മിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബാൻഡ്വിഡ്ത്ത് ഇൻ എ നെറ്റ്വർക്ക്? എന്താണ്, transmission capacity of a communication channel, connected computers in the network, class of IP used in the network. എന്താണ്, ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, a dash is a set of rules governing data communication between two devices. ഏതാണ്, പ്രോട്ടോകോൾ, മെസ്സേജ്, മീഡിയം, സെൻഡർ. എന്താണ്, രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യണമെന്നെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അനുസരിക്കണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ്. ഇനി നെറ്റ്വർക്കിംഗിലെ പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് കോമൺ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? ഏതാണ്, തന്നിരിക്കുന്നതിൽ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഏതാണ്, TCP/IP ആണ് കേട്ടോ. ഇനി IPv4 ഫുൾ ഫോം എന്താണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4, ഇന്റർനെറ്റ് പ്രോഗ്രാമിംഗ് വേർഷൻ 4, ഇന്റർനാഷണൽ പ്രോഗ്രാമിംഗ് വേർഷൻ 4, നൺ ഓഫ് ദീസ്. എന്താണ്,
ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 ആണ്. IPv4 നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ആണ് കേട്ടോ അത്. A place where there is a field of signal through which you can access Wi-Fi internet is called എന്താണ്? Wi-Fi hotspot, Wi-Fi internet, Wi-Fi zone, none of the above. എന്താണ്? Wi-Fi hotspot ആണ് കേട്ടോ. ഓപ്ഷൻ എ. Which of the following are the network services? എന്തൊക്കെയാണ്? ഫയൽ സർവീസ്, പ്രിന്റ് സർവീസ്, ഡാറ്റാബേസ് സർവീസ്, ഓൾ ഓഫ് ദീസ്. ഒരു നെറ്റ്വർക്കിന്റെ സർവീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? നെറ്റ്വർക്കിന്റെ സർവീസസ് ആണ് കേട്ടോ. How different computers are connected to a LAN by a cable? ഏതാണ്? മോഡം വെച്ചിട്ടാണോ, ഇന്റർഫേസ് കാർഡ് വെച്ചിട്ടാണോ, പ്രിന്റർ വെച്ചിട്ടാണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഏതാണ്? ഇന്റർഫേസ് കാർഡ് വെച്ചിട്ടാണ് കേട്ടോ. ഇന്റർഫേസ് കാർഡ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് ലാനിൽ കണക്ട് ചെയ്യുന്നത്. Simultaneous transmission of data to a number of stations is called broadcast bandwidth aloha analog transmission. അതായത് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പ് മെസ്സേജ് അയക്കത്തില്ല, അതിനെന്താണ് നമ്മൾ പറയുക? ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നാ പറയുക അല്ലെ. അങ്ങനെ ഒരുമിച്ച് നമ്മൾ ഡാറ്റ പല സ്റ്റേഷനിലേക്ക് അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇത് തന്നെയാണ്, കേരള PSC എജു ഹബ് എന്നാണ് കേട്ടോ. കേരള PSC എജു ഹബ്. അതുപോലെ തന്നെ അൺഅക്കാഡമിയിലും എൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ബബിത MV എന്നാണ് എൻ്റെ പേര്. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടും കേട്ടോ. കുറേ MCQs ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ബബിത MV. ഓക്കെ, അപ്പം ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, താങ്ക് യു.